വിൻഡോ കാണുന്നുണ്ടല്ലോ അല്ലേ? സ്റ്റാർട്ട് ചെയ്യാം. സർ കാണാം. ഓക്കെ. ലാസ്റ്റ് ക്ലാസ് നമ്മൾ ഷാനോൺ ഫസ്റ്റ് തിയറം അല്ലെങ്കിൽ നോയിസ്ലെസ് കോഡിംഗ് തിയറം ആണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് ക്വിക്കായിട്ട് ഇന്നലെ പറഞ്ഞ പോയിന്റ് ഒന്നും കൂടെ പറയാം. ഷാനോൺ ഫസ്റ്റ് തിയറം ആകുമ്പോൾ ഷാനോൺ സജസ്റ്റഡ് ദാറ്റ് LK is equal to log R1 by PK. ഇത് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പൊ LK is equal to log R1 by PK എന്ന് വെച്ചാൽ ലെങ്ത് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രോബബിലിറ്റി. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. A അല്ലെങ്കിൽ E എന്നുള്ള ഒരു ആൽഫബറ്റ് റാൻഡം ആയിട്ട് അയക്കുമെങ്കിൽ നമ്മൾക്ക് അതിന് ഏറ്റവും ഷോർട്ടർ കോഡ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. അതേപോലെ വല്ലപ്പോഴും അയക്കുന്ന ZY പോലുള്ളതിന് നമ്മൾ ലോങ്ങർ ആയിട്ടുള്ള കോഡ് കൊടുക്കും. അതുകൊണ്ടുള്ള ഉപയോഗം എന്ന് വെച്ചാൽ എഫിഷ്യൻസിയും ചാനൽ കപ്പാസിറ്റി നമുക്ക് എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. കാര്യം സ്ഥിരം യൂസ് ചെയ്യുന്ന എക്ക് ചെറിയ കോഡ് കൊടുത്താൽ ചെറിയ കോഡ് ഉപയോഗിച്ച് ഒരുപാട് മെസ്സേജസ് നമുക്ക് അയക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരുപാട് ഇൻഫർമേഷൻ പാസ് ചെയ്യാക്കും. വല്ലപ്പോഴും ഉപയോഗിക്കുന്ന ഇസഡിന് ലോങ് കോഡ് കൊടുത്താൽ വല്ലപ്പോഴും മാത്രമേ ലോങ് കോഡ് വേണ്ടി വരുന്നുള്ളൂ. അപ്പം ഫാസ്റ്റ് ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാക്കും, അതേപോലെ എഫിഷ്യന്റ് ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാക്കും. ഇനി അടുത്ത നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്താണ് LK വാല്യൂ. ഒരു നമുക്കൊരു LK എന്ന് പറഞ്ഞ ഒരു ഇതായിരുന്നെങ്കിൽ, അതായത് ഒരു ഫ്രാക്ഷൻ ആണെന്ന് വെക്കുക. അപ്പൊ ഈ ഫ്രാക്ഷന് LK ഇതൊരു ഫ്രാക്ഷൻ ആയിരുന്നു. അപ്പൊ ഇതൊരു 2.1 ആണ്. അപ്പൊ ഇതിനെ റൗണ്ട് ചെയ്ത് log R1 by PK റൗണ്ട് ചെയ്ത് വെച്ചാൽ ആ ഡെസിമൽ പാർട്ട് ഒഴിവാക്കി എഴുതി. അപ്പൊ ഇതിന് 2 ആണ്. അപ്പൊ ഇത് log R1 by PK ഇപ്പൊ റൗണ്ട് ചെയ്ത് 2 ആയിട്ട് എഴുതിയിട്ടുണ്ട്. +1 ആകുമ്പോൾ 3 ആയി. സോ എപ്പോഴും LKയുടെ വാല്യൂ LK റൗണ്ട് ചെയ്യാത്തതും ബാക്കി ഇതിനെ റൗണ്ട് ചെയ്തതാണ്. ഇറ്റ് ഓൾവേസ് ലൈസ് ബിറ്റ്വീൻ ഇത് രണ്ടും. അത് നമുക്ക് നേരത്തെ പറഞ്ഞു. ഇതിൽ ഏത് വാല്യൂ കൊടുത്താലും ഇപ്പൊ 2.9 കൊടുത്താലും ഈ റേഞ്ചിൽ തന്നെ നിൽക്കും. 2ന്റെയും 3യുടെയും ഇടയിലാണ് നിൽക്കുന്നത്. ഓക്കെ. ഇനി ഇത് 3 ആണ് കൊടുക്കുന്നതെങ്കിൽ എന്നൊരു കൺഫ്യൂഷൻ വരരുത്. ഇത് 3 ആണ് കൊടുക്കുന്നതെങ്കിൽ അപ്പോൾ സ്വാഭാവികമായിട്ടും log R1 by PK എന്തായി മാറും? അത് റൗണ്ട് ചെയ്ത് ഡെസിമൽ ഇല്ലാതെ എഴുതുമ്പോൾ അത് ഓൾറെഡി 3. ദാറ്റ് മീൻസ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. log R1 by PK is equal to LK എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അത്രേ ഉള്ളൂ. അപ്പൊ ഏത് വാല്യൂ കൊടുത്താലും ഇറ്റ് ലൈസ് ബിറ്റ്വീൻ log R1 by PK ആൻഡ് log R1 by PK + 1 ആണ്. ഓക്കെ. ഇനി ലോഗരിതമിക് പ്രോപ്പർട്ടി ഉപയോഗിച്ച് ആണ് നമ്മൾ അടുത്ത റീപ്ലേസ് ചെയ്യുന്നത്. നമുക്കറിയാം ഏതിനെയും അതിന്റെ ലോഗ് ടു ദി ബേസ് R ആക്കി മാറ്റണമെങ്കിൽ ഉള്ള സാധനത്തിനെ ലോഗ് ബൈ ലോഗ് R കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ലോഗ് ടു ദി ബേസ് 2 മാറ്റണമെങ്കിൽ ഉള്ള സാധനത്തിന് ലോഗ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ആണല്ലോ. അപ്പൊ ഇവിടെ log R1 by PK അല്ലെ, ഈ log R1 by PK എന്ന് വെച്ചാൽ നമുക്ക് ഇതുവരെ നമ്മൾ പഠിച്ചിട്ടുള്ളത് log 2 1 by PK ആണ്. അപ്പൊ log 2 1 by PK log R കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന സാധനം എന്താണ്? log 1 by PK ടു ദി ബേസ് R തന്നെ കിട്ടും. ഓക്കെ. ഇത് ഇന്നലെ പറഞ്ഞുകൊണ്ടാണ് ക്വിക്കായിട്ട് പോകുന്നത്. അപ്പോ കണ്ടീഷനിൽ വേറെ മാറ്റമൊന്നുമില്ല. സെയിം രീതിയിൽ തന്നെ log 2 1 by PK by log R less than or equal to ഇത് വരും. ഇനി മൾട്ടിപ്ലൈയിങ് ബൈ സിഗ്മ is equal to 1 to Q PK. എല്ലാ സൈഡും ബോത്ത് സൈഡ്സ് എന്നല്ല, നമുക്ക് കറക്റ്റ് പറഞ്ഞാൽ എല്ലാത്തിനും. അതായത് സിഗ്മ I is equal to 1 to K PK on all sides. അപ്പൊ ഇവിടെ കൊടുക്കുന്നു. ഇതൊക്കെ എന്തിനാ കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് കിട്ടേണ്ട റിസൾട്ട് HF ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. HF ലെസ് ദാൻ ഓർ ഈക്വൽ ടു L ആ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പൊ ഇതിനെ നമുക്ക് അറിയാവുന്ന ഫോം HF ആക്കണമെങ്കിൽ ഇവിടെ എന്തിന്റെ ഒരു കുറവുണ്ടെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. സിഗ്മ K is equal to 1 to Q അല്ലെങ്കിൽ സിഗ്മ I is equal to 1 to Q PKയുടെ ഒരു കുറവുണ്ട്. അപ്പൊ ഇതിനെ HF ആക്കാൻ വേണ്ടി ആണ് സിഗ്മ I is equal to 1 to Q PK കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ ചുമ്മാ സിഗ്മ I is equal to 1 to Q PK കൊടുക്കാൻ ഒക്കത്തില്ല. കാരണം എന്ത് സംഭവിക്കും? വാല്യൂവിന് ചേഞ്ച് ആവും. അപ്പോൾ ഇവിടെ കൊടുത്താൽ ഇവിടെയും കൊടുക്കണം, ഇവിടെയും കൊടുക്കണം, എല്ലായിടവും കൊടുക്കണം. ഇതിലെ വാല്യൂ സെയിം ആയിട്ട് റിമെയിൻ ചെയ്യും. ഓക്കെ. അപ്പൊ എല്ലായിടവും സിഗ്മ I is equal to 1 to Q കൊടുത്തു. അപ്പൊ ഇവിടെ ഇങ്ങനെയായി മാറി. ഇവിടെ സിഗ്മ I is equal to 1 to Q വന്നു, ഇൻറ്റു PK വന്നു. ഇവിടെയും ഇവിടെ I is equal to ആണ് കേട്ടോ. ഞാൻ K എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ I is equal to 1 to Q. ഓക്കെ. ശരി. ശ്രദ്ധിക്കുക, ഇവിടെ സിഗ്മ I അല്ല കേട്ടോ, ഇവിടെ സിഗ്മ K is equal to. കാര്യം PK ആണ് എഴുതെങ്കിൽ ഇവിടെ K, PI ആയിരുന്നെങ്കിൽ ഇവിടെ I വരും. അപ്പൊ ഇത് I അല്ല, K is equal to 1 to Q ആണ്. കാര്യം PK കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്തത്.
നമ്മൾ ഐ പി ഐ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ ഐ ഈസിക്കൽ ടു 1 to q എന്നല്ലേ. അപ്പൊ അത് നിങ്ങൾ എഴുതണം. ഇവിടെ ഐ അല്ല, ഇവിടെ കെ ആണ്. കെ ഈസിക്കൽ ടു 1 to q ആണ് എല്ലായിടവും. ഇവിടെയും കെ ആണ്, കാര്യം നമ്മൾ പി കെ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഇതും കെ ആവും, ഇവിടെയും എല്ലാം കെ ആവും. ഓക്കെ, അപ്പൊ എല്ലാത്തിനും കെ കൊണ്ട് റീപ്ലേസ് ചെയ്യുക. അപ്പോ കെ ഈസിക്കൽ ടു 1 to ഓക്കെ, അപ്പൊ അതുകൊണ്ട് റീപ്ലേസ് ചെയ്തു, വേറെ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. അപ്പൊ ഇത് പി കെയും കൂടെ ഇവിടെ വന്നു, ആ 1/log r പുറത്തെടുത്തു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇവിടെയും സിഗ്മ ഐ ഈക്വൽ ടു 1 to q പി കെ വന്നു. ബാക്കിയെല്ലാം സെയിം ആയിട്ട് എഴുതി, വേറെ കാര്യമൊന്നുമില്ല. ഇവിടെ ഈ +1ന്റെ അവിടെ എന്തായി മാറും? സിഗ്മ കെ ഈക്വൽ ടു 1 to q പി കെ, സിഗ്മ കെ ഈക്വൽ ടു 1 to q പി കെ വരും. ഓക്കെ, അപ്പോ ആ സിഗ്മ കെ ഈക്വൽ ടു 1 to pk log 2 1/pk നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അതെന്താണ്? ഇറ്റ് ഈസ് അവർ എച്ച് ഓഫ് എസ്, എൻട്രോപ്പി അല്ലെ, എൻട്രോപ്പിയുടെ ഇക്വേഷൻ ആണ് ഇത്. സിഗ്മ കെ ഈക്വൽ 1 to q pk lk, പ്രോബബിലിറ്റി ഇൻറ്റു ലെങ്ത് മൾട്ടിപ്ലൈ ചെയ്താൽ ആവറേജ് ലെങ്ത് കിട്ടും. പ്രോബബിലിറ്റി ഇൻറ്റു ഇൻഫർമേഷൻ മൾട്ടിപ്ലൈ ചെയ്താൽ ആവറേജ് ഇൻഫർമേഷൻ. അതിനാണ് എൻട്രോപ്പി എന്ന് പറയുന്നത്. സെയിം ആണ്, വ്യത്യാസമൊന്നും വരുന്നില്ല. ഓക്കെ, അപ്പോ അത് റീപ്ലേസ് ചെയ്തിട്ട് എച്ച് ഓഫ് എസ് ബൈ ലോഗ് ആർ എഴുതി, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൽ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എച്ച് ഓഫ് എസ് ബൈ ലോഗ് ആർ +1. കാര്യം ലെഫ്റ്റും റൈറ്റും തമ്മിലുള്ള ഇതുമായിട്ടുള്ള ഡിഫറൻസ് നമുക്കറിയാം, ഒരു +1 അധികം ഉണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരും, ഈ സാധനം എങ്ങനെ 1 ആയിട്ട് എഴുതിയെന്നല്ലേ? സം ഓഫ് ഓൾ പ്രോബബിലിറ്റി എന്താണ്? 1 ആണ്. അത് വെച്ചിട്ടാണ് ഇത് 1 ആയിട്ട് എഴുതിയത്. സിഗ്മ ഈസിക്കൽ ടു 1 to, അല്ലെങ്കിൽ കെ ഈസിക്കൽ ടു, ഇവിടെ കെ ഈസിക്കൽ ടു 1 to q പി കെ എന്താണ്? ഇറ്റ് ഈസ് 1. പ്രോബബിലിറ്റി ഓഫ് ഓൾ, സം ഓഫ് പ്രോബബിലിറ്റി ഓഫ് ഓൾ സിമ്പിൾസ് അല്ലെ. അപ്പോ p1 പ്ലസ് p2 പ്ലസ് എക്സെട്ര 5 സിമ്പിൾ ഉണ്ടെങ്കിൽ p1 പ്ലസ് p2 പ്ലസ് p3 പ്ലസ് p4 പ്ലസ് p5 എന്ത് കിട്ടും? 1 എന്ന് കിട്ടും അല്ലെ. സം ഓഫ് ഓൾ പ്രോബബിലിറ്റി ഈസിക്കൽ ടു 1. അപ്പോൾ ഇവിടെ എച്ച് ഓഫ് എസ് ബൈ ലോഗ് ആർ ഇത് കിട്ടി. ഇനി ഇതിനെ നമുക്ക് എച്ച് ആർ ഓഫ് എസ് എന്ന് പറഞ്ഞ് എഴുതാം അല്ലെ. ഇന്നലെ നമ്മൾ ഈ സ്റ്റെപ്പ് വരെയാണ് എത്തിയത്, അതുകൊണ്ടാണ് കുറച്ച് സ്പീഡ് പറഞ്ഞത്. എച്ച് ആർ ഓഫ് എസിന് അല്ലെ, എച്ച് ആർ ഓഫ് എസ് എന്ന് പറഞ്ഞ് എഴുതാം. എന്തുകൊണ്ടാണ്? എച്ച് ഓഫ് എസ് എന്താണ്? എച്ച് ഓഫ് എസ് എന്താണ്? എച്ച് ഓഫ് എസ് നമുക്കറിയാം പി കെ, എച്ച് ഓഫ് എസ് പി കെ ലോഗ് 2 ആണ്, 1/pk ആണ് അല്ലെ. പി കെ ലോഗ് 2 1/pk ആണ്. ഇനി ഇതാ ഇവിടെ എച്ച് ഓഫ് എസ് എന്ന് വെച്ചാൽ പി കെ ലോഗ് 2 1/pk ഡിവൈഡഡ് ബൈ ലോഗ് ആർ ആണ് അല്ലെ. ഡിവൈഡഡ് ബൈ ലോഗ് 2 ഓഫ് ആർ ആണ്. നേരത്തെ പറഞ്ഞു ഏത് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു അതിന്റെ ബേസിലോട്ടായി മാറും അല്ലെ. അപ്പൊ ഇത് ഇത്ര എന്തായി മാറും? അപ്പൊ ഈ സാധനം എന്തായി മാറും? ഇത് ഇത്രയും സാധനം എന്തായി മാറും? ഇത്രയും സാധനം പി കെ ഇൻറ്റു അല്ലെ, ഇത് ഇപ്പുറത്തോട്ട് എഴുതാം, പി കെ ഇൻറ്റു ലോഗ് ആർ ഓഫ് 1/pk അല്ലെ. പി കെ ഇൻറ്റു ലോഗ് ആർ ഓഫ് 1/pk. അപ്പൊ നോക്കിയേ, പി കെ ഇൻറ്റു ലോഗ് 2 ആണെങ്കിൽ നമ്മൾ സാധാരണ എൻട്രോപ്പി എച്ച് ഓഫ് എസ്, ഈ എച്ച് ഓഫ് എസ് എന്ന് വെച്ചാൽ ബൈ ഡിഫോൾട്ട് H2 ഓഫ് എസ്, എൻട്രോപ്പി ഓഫ് ബൈനറി സിഗ്നൽ ആണ് അല്ലെ. എച്ച് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതിയിരിക്കുന്നത് ബൈ ഡിഫോൾട്ട് H2 ഓഫ് എസ് എന്നാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. കാര്യം നമ്മൾ ബൈനറി സിഗ്നലിന്റെ വെച്ചിട്ടാണ് ഇവിടെ പറഞ്ഞത്. നോക്കിയേ, ലോഗ് 2 1/pk, ഇത് നോക്കിയാൽ അറിയാം അല്ലെ. എന്താണ് ഇത്? ലോഗ് 2 ലോഗ് 2 1/pk അല്ല, പി കെ ലോഗ് 2 1/pk. ഇതെന്ന് വെച്ചാൽ ബേസ് 2 ആയിട്ടുള്ള എൻട്രോപ്പിയാണ് എഴുതിയിരിക്കുന്നത്. സോ അതിനെ എച്ച് ഓഫ് എസ് ആയിട്ട് എഴുതി. ഇനി ഇതാ ഇവിടെ ഇപ്പൊ എന്ത് സംഭവിച്ചു? ലോഗ് 6 ബേസ് 6 ആയിട്ടുള്ള എൻട്രോപ്പിയാണ് കിട്ടിയത്. അപ്പൊ അതിനെ നമുക്ക് എന്തായിട്ട് എഴുതാം? സിമ്പിൾ ആയിട്ട് എച്ച് ആർ ഓഫ് എസ് ആയിട്ട് റീപ്ലേസ് ചെയ്യാം. എന്ന് വെച്ചാൽ ഇതിന്റെ ബേസ് 6 എന്ന് സൂചിപ്പിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഈ ടേമിന് എച്ച് ആർ ഓഫ് എസ് ആയിട്ട് എഴുതാം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൽ, ദാറ്റ് മീൻസ് എൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ആർ ഓഫ് എസ്. അപ്പൊ അഥവാ എക്സാമിന് ലെങ്ത് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ആർ ഓഫ് എസ് പ്രൂവ് ചെയ്യാനാണ് വരുന്നതെങ്കിൽ നമ്മൾ ഇതുവരെ എത്തും. ഇതുവരെ നമ്മൾ ഇന്നലെ എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണ്? എച്ച് ഓഫ് എസ് ബൈ ലോഗ് ആർ. ഇനി ബെറ്റർ എഫിഷ്യൻസി കൂട്ടണമെങ്കിൽ നമ്മൾ എന്ത് എക്സ്റ്റൻഷൻ ഓഫ് എസ് ഉപയോഗിക്കുന്നു? ഇനി എന്ത് എക്സ്റ്റൻഷൻ ഓഫ് എസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല,
നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഏതാണ്? ഇൻസ്റ്റന്റേനിയസ് കോഡ്. അതിനു മുമ്പ് നോൺ സിംഗുലർ കോഡ് പഠിച്ചു അല്ലെ? നോൺ സിംഗുലർ കോഡ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്? ഒരു സിമ്പല് മാത്രം. അപ്പൊ ഇപ്പോ S1 ശ്രദ്ധിക്കുക, S1 അല്ലെ? S1 മാത്രമായിട്ട് എഴുതുമ്പോൾ നമുക്ക് ഒരു പക്ഷെ തിരിച്ചറിയാൻ സാധിക്കും. S2 എന്നുള്ളതിന് ഒരു സിമ്പൽ കൊടുത്തു, അത് 1 ആണെന്ന് വെക്കുക. അപ്പൊ അതൊക്കെ നമുക്ക് തിരിച്ചറിയാം. പക്ഷെ നമ്മളത് ഒരുമിച്ച് അയക്കുന്നു അല്ലെ? അപ്പൊ ഒരു S1 മാത്രമല്ല നമ്മൾ അയക്കുമ്പോൾ അതിന്റെ സെക്കൻഡ് എക്സ്റ്റൻഷൻ എന്ന് വെച്ചാൽ S1 ഒരുമിച്ച് അയക്കുന്നു. അത് സെക്കൻഡ് എക്സ്റ്റൻഷൻ ഓഫ് S ആണ്. അതേപോലെ സെക്കൻഡ് എക്സ്റ്റൻഷൻ എന്ന് പറയുമ്പോൾ S1 മാത്രമല്ല S1 S2 വരും, അതേപോലെ S1 S3 വരും. അങ്ങനെ എല്ലാ കോമ്പിനേഷൻ ഒരുമിച്ച് രണ്ടെണ്ണം. ഒറ്റയ്ക്ക് പറയുന്നതിന് ഫസ്റ്റ് എക്സ്റ്റൻഷൻ. അത് നമ്മൾ സാധാരണ ഒന്നും പറയാറില്ല. രണ്ടെണ്ണം ഒരുമിച്ച് അല്ലെ? രണ്ട് സിമ്പൽ ഒരുമിച്ച് എഴുതുന്നതിന് സെക്കൻഡ് എക്സ്റ്റൻഷൻ എന്ന് പറയും. 3 സിമ്പൽ ഒരുമിച്ച് എഴുതുന്നതിന് തേർഡ് എക്സ്റ്റൻഷൻ എന്ന് പറയും. അതേപോലെ n സിഗ്നൽസ് അവിടെ ഉണ്ടെങ്കിൽ n സിഗ്നൽ ഒരുമിച്ച് അയക്കുന്നു. അപ്പൊ S1 ഇപ്പൊ n-ന്റെ വാല്യൂ 5 ആണെങ്കിൽ S1 അങ്ങനെ 5 S1 അല്ലെങ്കിൽ S1 S2 S3 S4 S1 ഇത് 5 ടുഗദർ. ആ രീതിയിലുള്ളതിനാണ് nth എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. അപ്പൊ n സിഗ്നൽസ് ഒരുമിച്ച് അയക്കുന്നു എന്ന് കൺസിഡർ ചെയ്യുന്നു. എന്തിനു വേണ്ടിയാണ്? ടു ഒബ്റ്റെയിൻ ബെറ്റർ എഫിഷ്യൻസി അല്ലെ? ബെറ്റർ എഫിഷ്യൻസിക്ക്. അപ്പൊ ഇവിടെ കണ്ടീഷൻ വേറെ ഒന്നുമില്ല, ബെറ്റർ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? nth എക്സ്റ്റൻഷൻ ഓഫ് S ഉപയോഗിക്കുന്നു. nth എക്സ്റ്റൻഷൻ ഓഫ് S എന്ന് വെച്ചാൽ S1 S2 സെപ്പറേറ്റ് അല്ല, പക്ഷേ S1 അങ്ങനെ n ടൈംസ് S1 അയക്കുന്നു. അതേപോലെ S2 ആണെങ്കിൽ S2 അങ്ങനെ n ടൈംസ് വരാം. അല്ലെങ്കിൽ എന്താണ്? S1 S2 അങ്ങനെ ഇപ്പൊ n സിഗ്നൽ S1 to Sn ഉണ്ടെങ്കിൽ S1 S2 S3 എക്സെട്ര ടു Sn ഒരുമിച്ച് അയക്കുന്നു. മനസ്സിലായോ? അതാകുമ്പോ ബെറ്റർ എഫിഷ്യൻസി. അപ്പൊ ബെറ്റർ എഫിഷ്യൻസി കിട്ടാൻ വേണ്ടി nth എക്സ്റ്റൻഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. nth എക്സ്റ്റൻഷൻ ആകുമ്പോൾ ഒരു വ്യത്യാസമല്ല. ഇവിടെ ഇപ്പൊ സിംഗിൾ എക്സ്റ്റൻഷൻ ആയപ്പോൾ S1 ആയിട്ട് എഴുതി. nth എക്സ്റ്റൻഷൻ ആകുമ്പോൾ എന്താണ്? S⁻n അല്ലെ? S⁻n ആണ് nth എക്സ്റ്റൻഷൻ. അപ്പൊ എൻട്രോപ്പി ഓഫ് എ സിംഗിൾ H എന്ന് വെച്ചാൽ H ഓഫ് S ആയിട്ട്, അതായത് ഈ ഇക്വേഷൻ ആണ് ആണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഈ ഇക്വേഷനിൽ H ഓഫ് S എന്ന് വെച്ചാൽ സിംഗിൾ എക്സ്റ്റൻഷൻ ആയിരുന്നു. നമ്മൾ ഇനി പഠിക്കുന്നത് എന്താണ്? nth എക്സ്റ്റൻഷൻ. എന്തിനു വേണ്ടിയാണ് nth എക്സ്റ്റൻഷൻ എന്ന് വെച്ചാൽ എന്താണ്? എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടി. ബെറ്റർ എഫിഷ്യൻസി ആണെങ്കിൽ nth എക്സ്റ്റൻഷൻ എടുത്തു. അപ്പൊ nth എക്സ്റ്റൻഷൻ എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? nth എക്സ്റ്റൻഷൻ എടുത്താൽ H ഓഫ് S എന്തായി മാറും? H S⁻n ആകും. അപ്പൊ H S⁻n ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇനി ഫസ്റ്റ് എക്സ്റ്റൻഷന്റെ ലെങ്ത് L ആണ്. ഫസ്റ്റ് എക്സ്റ്റൻഷൻ എടുക്കുമ്പോൾ ആവറേജ് ലെങ്ത് L ആണെങ്കിൽ nth എക്സ്റ്റൻഷൻ എടുക്കുമ്പോൾ ആവറേജ് ലെങ്ത് എന്താവും? Ln ആയി മാറും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു HSn ബൈ ലോഗ് R ടു ദി ബേസ് 2 + 1. അപ്പൊ ഒറ്റ കാര്യം ഇവിടെ എടുത്തോളൂ. ഫസ്റ്റ് എക്സ്റ്റൻഷൻ വരെ nth എക്സ്റ്റൻഷൻ ആക്കി. nth എക്സ്റ്റൻഷൻ ആകുമ്പോൾ S-ന്റെ സ്ഥാനത്ത് S⁻n ആണ്. ഇനി ഒരു പ്രോപ്പർട്ടി ഉണ്ട്, അതിന്റെ ഡെറിവേഷൻ നിങ്ങൾക്ക് ആവശ്യമില്ല, ജസ്റ്റ് അത് നോട്ട് ചെയ്യുക. എൻട്രോപ്പി ഓഫ് H S⁻n, അതായത് എൻട്രോപ്പി ഓഫ് nth എക്സ്റ്റൻഷൻ ഇസ് ഈക്വൽ ടു n ഇൻറ്റു എൻട്രോപ്പി ഓഫ് ഫസ്റ്റ് എക്സ്റ്റൻഷൻ. ഓക്കെ, ഇതൊരു പ്രോപ്പർട്ടിയാണ്, ഡെറിവേഷൻ നിങ്ങൾക്ക് ആവശ്യമില്ല, ജസ്റ്റ് ഇപ്പോഴേ ഓർത്ത് വെക്കുക. എൻട്രോപ്പി ഓഫ് nth എക്സ്റ്റൻഷൻ ഇസ് ഈക്വൽ ടു n ഇൻറ്റു എൻട്രോപ്പി ഓഫ് ഫസ്റ്റ് എക്സ്റ്റൻഷൻ ആണല്ലോ. അപ്പൊ ഇവിടെ H S⁻n സ്ഥാനത്ത് എന്ത് കൊടുക്കും? ഇവിടെ H S⁻n സ്ഥാനത്ത് n ഇൻറ്റു H ഓഫ് S കൊടുക്കും. ഇവിടെ അതേപോലെ H S⁻n സ്ഥാനത്ത് n ഇൻറ്റു H ഓഫ് S കൊടുക്കും. അപ്പൊ അതാണ് ആയി കൊടുത്തിരിക്കുന്നത്. n ഇൻറ്റു H ഓഫ് S ബൈ ലോഗ് R ലെസ് ദാൻ ഓർ ഈക്വൽ ടു Ln ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ഇൻറ്റു H ഓഫ് S ബൈ ലോഗ് R പ്ലസ് 1. ഓക്കെ, ഇനി n അല്ലെ, n-നെ ഡിവൈഡ് ചെയ്യുന്നു. എല്ലാണോ n കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോ എന്ത് സംഭവിക്കും? അപ്പുറം ഇപ്പുറം ചെയ്യുന്നതുകൊണ്ട് വാല്യൂസിന് ചേഞ്ച് ഒന്നും വരത്തില്ല. H ഓഫ് S ബൈ ലോഗ് R ലെസ് ദാൻ ഓർ ഈക്വൽ ടു Ln ബൈ L ലെസ് ദാൻ ഓർ ഈക്വൽ ടു HS ബൈ ലോഗ് R പ്ലസ് 1 ഡിവൈഡഡ് ബൈ n. കാരണം എന്താണ്? എല്ലാണോ n കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഒരു ഇക്വേഷൻ കിട്ടി. ആക്ച്വലി ഈ ഇക്വേഷൻ എന്താണ്? ആക്ച്വലി ഈ ഇക്വേഷനെയാണ് എന്താണ്? ഷാനോൺസ് ഫസ്റ്റ് തിയറം അല്ലെങ്കിൽ നോയിസ്ലെസ് കോഡിംഗ് തിയറം എന്ന് പറയുന്നത്. ഈ ഇക്വേഷനെയാണ് ഷാനോൺസ് ഫസ്റ്റ് തിയറം അല്ലെങ്കിൽ നോയിസ്ലെസ് കോഡിംഗ് തിയറം എന്ന് പറയുന്നത്. ഇനി
ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് പറയാൻ വേണ്ടി നമ്മൾ 1-2 സ്റ്റെപ്പും കൂടെ എഴുതും. കാര്യം നമ്മൾ സ്റ്റേറ്റ്മെന്റ് പറയാൻ എളുപ്പമുണ്ട്. ഇനി നമ്മൾ ഒരു കണ്ടീഷൻ എടുക്കുകയാണ്, n ടെൻസ് ടു ഇൻഫിനിറ്റി. n ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ ഈ വാല്യൂവിന് എന്ത് സംഭവിക്കും? ഡിനോമിനേറ്ററിന് മാക്സിമം വാല്യൂ വരുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് മൊത്തത്തിൽ എന്തായി മാറും? മിനിമം ആയി മാറും. ക്ലിയർ ആവുന്നുണ്ടോ? ln/n ആണ്. ഇവിടെ n-ന്റെ വാല്യൂ ഇൻഫിനിറ്റി ആവുന്നു. ദാറ്റ് മീൻസ് n ഉള്ളതിൽ ഏറ്റവും വലിയ വാല്യൂ കൊടുക്കുന്നു n. അതായത് എന്ത് എക്സ്റ്റൻഷൻ എന്ന് വെച്ചാൽ n-ന്റെ വാല്യൂ നമുക്ക് 5 ആവാം, 10 ആവാം, 100 ആവാം, 1000 ആവാം, അല്ലെ? എത്രാമത്തെ എക്സ്റ്റൻഷൻ ആണെന്നുള്ളത് അത് ഇൻഫിനിറ്റി, ഒരു വലിയ വെരി ലാർജ് വാല്യൂ കൊടുത്തു എന്ത് സംഭവിക്കും? വെരി ലാർജ് വാല്യൂ കൊടുക്കുമ്പോൾ ഈ ടേം എന്തായി മാറും നമുക്കറിയാം. നമുക്ക് ഏതൊരു 2/3, 2/4, 2/5, 2/6 അങ്ങനെ 2/, ഏതാണ്ട് ഇൻഫിനിറ്റി എടുക്കുമ്പോൾ നമുക്ക് ഏറ്റവും മിനിമം വാല്യൂ വരും, അല്ലെ? 0 എന്ന് പറയും, പക്ഷെ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0. അപ്പൊ ഇതിന്റെ വാല്യൂ ഏറ്റവും മിനിമം ആവുമല്ലോ. അപ്പൊ ഈ രണ്ട് കണ്ടീഷനും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. h(s/log r) ലെസ് ദാൻ ഓർ ഈക്വൽ ടു ln/n. അപ്പൊ ln/n-ന്റെ ഏറ്റവും മിനിമം വാല്യൂ ആവും എന്താണ്? n ഇൻഫിനിറ്റി ആവുമ്പോൾ ln/n-ന്റെ ഏറ്റവും മിനിമം വാല്യൂ എന്താണ്? ആലോചിച്ച് നോക്കിയേ. ln/n ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h(s/log r). അപ്പൊ ln(n)-ന്റെ ഏറ്റവും മിനിമം വാല്യൂ എന്താണ്? ഈക്വൽ ടു h(s/log r) ആണ്. കാരണം ഈ പറഞ്ഞിരിക്കുന്ന വെച്ച് ln(n) ഒന്നുകിൽ ഈക്വൽ അല്ലെങ്കിൽ h(s/log r)നേക്കാൾ വലുതായിരിക്കും. ഇവിടെ ഇപ്പൊ നമ്മൾ എടുത്തിരിക്കുന്നത് എന്താണ്? ഏറ്റവും മിനിമം വാല്യൂ അല്ലേ എടുത്തത്, n ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് വെച്ചാൽ. ദാറ്റ് മീൻസ് ഇതിന്റെ ഏറ്റവും മിനിമം കണ്ടീഷൻ സാറ്റിസ്ഫൈങ്. ദാറ്റ് ഈസ് ln/l ഈസ് ഈക്വൽ ടു h(s/log r). അപ്പൊ ഈ കണ്ടീഷൻ വരുമ്പോൾ h(s/log r) ആയി മാറുന്നു. ഇനി ln/n എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് ln എന്ന് വെച്ചാൽ നമുക്കറിയാം ആവറേജ് ലെങ്ത് ഓഫ് nth എക്സ്റ്റൻഷൻ, അല്ലെ? l(n) എന്ന് വെച്ചാൽ ആവറേജ് ലെങ്ത് ഓഫ് nth എക്സ്റ്റൻഷൻ, അല്ലെ? നമുക്കിപ്പോ 5 സിഗ്നൽ ഉണ്ട്. ആവറേജ് ലെങ്ത് ഓഫ് ആ 5 സിഗ്നൽ ആണ് ln എന്ന് പറയുന്നത്. എക്സ്റ്റൻഷൻ വെച്ച് പറയുന്നത്, അതായത് S1, 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 S1. അപ്പൊ അങ്ങനെയാണെങ്കിൽ 5 സിഗ്നൽ, 5 എക്സ്റ്റൻഷന്റെ ലെങ്ത് ആണ് ln എന്ന് പറയുന്നത്. അപ്പോ ln ശ്രദ്ധിച്ച് കേൾക്കുക, ഒരു ലോജിക്കാണ്. ln എന്ന് വെച്ചാൽ ഇപ്പൊ എളുപ്പത്തിന് വേണ്ടി ഞാൻ പറയണേ, S1, 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 S1 തന്നെ ആവണമെന്നില്ല. S1, S2, 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 S2 ആവാം. S1, S2, S3, S4, S5 ആവാം. അതെല്ലാം 5th എക്സ്റ്റൻഷൻ ആണ്. ഞാൻ 5th എക്സ്റ്റൻഷൻ വെച്ച് പറയുന്നു. 5th എക്സ്റ്റൻഷൻ n-ന്റെ വാല്യൂ 5 ആണെന്ന് നോക്കിയാൽ ln എന്ന് വെച്ചാൽ 5th എക്സ്റ്റൻഷന്റെ, അല്ലെ? 5th എക്സ്റ്റൻഷൻ എടുക്കുമ്പോഴുള്ള ആവറേജ് ലെങ്ത് ആണ്. അതായത് 5th ln ആവറേജ് ലെങ്ത് ഓഫ് nth എക്സ്റ്റൻഷൻ. അപ്പൊ 5 എക്സ്റ്റൻഷൻ വെച്ച് എടുക്കുമ്പോൾ ആദ്യം S1, S2, അല്ലെ? S1, 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 S1. അടുത്തത് S1, S1, S2, S2, S2. അടുത്ത S1, S2, S3, S4, S5. 5 സിഗ്നൽ ഒരുമിച്ച് എഴുതണം, അത്രേ ഉള്ളൂ. അപ്പൊ ഇത് ln എന്ന് വെച്ചാൽ ആദ്യത്തെ 5 എണ്ണം എടുത്തതിന്റെ ലെങ്ത് നോക്കുന്നു, അടുത്ത 5 എണ്ണം എടുത്തതിന്റെ ലെങ്ത് നോക്കുന്നു, അടുത്ത 5 എണ്ണം എടുത്തതിന്റെ ലെങ്ത് നോക്കുന്നു. ഇതെല്ലാം കൂടെ ആവറേജ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഈ 5 എണ്ണത്തിന്റെ ലെങ്ത് കിട്ടും, അല്ലെ? ഒരു ആവറേജ് മൊത്തത്തിൽ നോക്കുമ്പോൾ എല്ലാത്തിനും ഒരേ ലെങ്ത് തന്നെ വരണമെന്നില്ല. മൊത്തത്തിൽ എടുത്ത് നോക്കുമ്പോൾ ln എടുക്കുമ്പോൾ എന്ത് കിട്ടും? ആവറേജ് ഓഫ് 5 കോഡ്. n-ന്റെ വാല്യൂ 5 ആയിട്ടാണ് എടുത്തത്. അപ്പൊ ln എടുക്കുമ്പോൾ ആവറേജ് ഓഫ് 5 കോഡ് കിട്ടും. അപ്പൊ ln/n കൊടുക്കുമ്പോഴോ, അതായത് ആവറേജ് ഓഫ് 5 കോഡ് ഡിവൈഡഡ് ബൈ 5 കൊടുത്താൽ എന്ത് കിട്ടും? ആവറേജ് ഓഫ് സിംഗിൾ കോഡ് കിട്ടും, അല്ലെങ്കിൽ സിംഗിൾ സിംബൽ കിട്ടും. ക്ലിയർ ആയല്ലോ? ആവറേജ് ഓഫ് 5 കോഡാണ് ln. nth എക്സ്റ്റൻഷൻ, n-ന്റെ വാല്യൂ ഞാൻ 5 കൊടുത്തതാണ്. അപ്പൊ S1, 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 S1. അടുത്തത് S1, S2, S3, S4, S5, അല്ലെങ്കിൽ S2, 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 S2. ഇതെല്ലാം കൂടെ എടുത്തിട്ട് ആവറേജ് എടുക്കുമ്പോൾ, അതായത് ആവറേജ് ഓഫ് 5 സിംബൽസ് ആണ് നമുക്ക് ln ആയിട്ട് കിട്ടുന്നത്. n-ന്റെ വാല്യൂ 5 ആണെങ്കിൽ ഉള്ള കേസാണ്. അപ്പൊ ആവറേജ് ഓഫ് 5 സിംബൽ ln കിട്ടി. ഡിവൈഡഡ് ബൈ n കൊടുക്കുമ്പോൾ ആവറേജ് ഓഫ് 5 സിംബൽ ഡിവൈഡഡ് ബൈ 5 ചെയ്യുമ്പോൾ എന്താണ്? ആവറേജ് ഓഫ് എന്താണ്? സിംഗിൾ സിംബൽ കിട്ടും, അല്ലെ? കാരണം നോക്കിയേ, ln/l എന്താണ്? ആവറേജ് നമ്പർ ഓഫ് കോഡ് ആൽഫബറ്റ് സിംബൽ, അല്ലെങ്കിൽ ആവറേജ് നമ്പർ ഓഫ് സിംബൽ യൂസ്ഡ് പെർ സിംബൽ. നോക്കിയേ, ആവറേജ് ആൽഫബറ്റ് യൂസ്ഡ് പെർ സിംബൽ ഓഫ് എസ്. അതായത് ഒരു സിംബൽ യൂസ് ചെയ്യുന്ന ആവറേജ് കോഡുകളുടെ എണ്ണം, അല്ലെങ്കിൽ ഒരു സിംബലിന്റെ ആവറേജ് ലെങ്ത് എന്ന് പറയാം. ബൈനറിയുടെ എക്സാമ്പിൾ ലെങ്ത് എന്ന് പറഞ്ഞു, കൺഫ്യൂഷൻ ആവരുത്. നേരത്തെ പറഞ്ഞ ആലോചിച്ചാൽ മതി. എന്താണ്? 5 സിംബലുകളുടെ ആവറേജ് ആണ് ln. അങ്ങനെയാണെങ്കിൽ ബൈ 5 ചെയ്യുമ്പോൾ എന്താണ്? ഒരു സിംബലിന്റെ ആവറേജ് ലെങ്ത് എന്ന് പറയും.
ഒരു സിമ്പിളിന്റെ ആവറേജ് ലെങ്ത് അല്ലേ, അല്ലെ? ഒരു സിമ്പിളിന്റെ ആവറേജ് ലെങ്ത് അല്ലേ? ബൈനറിയിൽ എന്ന് വെച്ചാൽ ആവറേജ് ലെങ്ത് എന്ന് വെച്ചാൽ 10111 ആണെങ്കിൽ ആവറേജ് ലെങ്ത് എന്ന് വെച്ചാൽ 5 ആയിരിക്കും. അപ്പൊ 5 കോഡല്ലേ അവിടെ റെപ്രസെന്റ് ചെയ്യുന്ന. ഓക്കെ, ഒന്നുകൂടെ പറയാം, ജസ്റ്റ് ഒന്ന് പറയാം, ആ ലോജിക്ക് ഒന്ന് ഓർക്കുക. 5 സിമ്പിൾ യൂസ് ചെയ്ത ഇപ്പൊ 5th എക്സ്റ്റൻഷൻ ആണെങ്കിൽ 1 2 3 4 5 S1 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 S2 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 S2. അപ്പൊ LN എന്ന് വെച്ചാൽ 5 കോഡുകൾ എഴുതാനുള്ള ആവറേജ് ലെങ്ത് ആണല്ലോ. അപ്പോ 5 എണ്ണം എഴുതാനുള്ള 5 കോഡ് എഴുതാനുള്ള ആവറേജ് ലെങ്ത്, അല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ പറയാം 5 കോഡ് എഴുതാനുള്ള ആവറേജ് സിമ്പിൾ എത്രയാണ്. ബൈനറി ആകുമ്പോൾ ഒരു സിമ്പിൾ തന്നെയാണ് ഒരു കോഡിന് ഉപയോഗിക്കുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പൊ 1 2 3 4 5. അപ്പോ 5 സിമ്പിളിന്റെ ആവറേജ് കിട്ടി, ഡിവൈഡഡ് ബൈ 5, അതാണ് LN/L. ഡിവൈഡഡ് ബൈ 5 ചെയ്യുമ്പോൾ എന്താണ്? ഒരു സിമ്പിൾ എഴുതാനുള്ള ആവറേജ് ലെങ്ത്, അല്ലെങ്കിൽ ഒരു സിമ്പിൾ എഴുതാനുള്ള ആവറേജ് കോഡ് ആൽഫബറ്റ് സിമ്പിൾസ്, അല്ലെങ്കിൽ ആവറേജ് കോഡ് ആൽഫബറ്റ് സിമ്പിൾസ്. ഇപ്പൊ ഒരു സിമ്പിൾ എഴുതാനുള്ള ആവറേജ് കോഡ് ആൽഫബറ്റ് 4 ആണ് എന്ന് കിട്ടുക. ഓക്കെ, അപ്പോ 1 1 1 1 ആവാം, 1 1 1 0. അപ്പൊ നമുക്ക് എന്ത് പറയാം? LN/L എന്ന് വെച്ചാൽ ഒരു കോഡ് എഴുതാനുള്ള ആവറേജ് ലെങ്ത്, ഒരു കോഡിന്റെ ലെങ്ത് എന്നും പറയാം, അല്ലെങ്കിൽ ഒരു കോഡ് എഴുതാൻ ഉപയോഗിക്കുന്ന കോഡ് ആൽഫബറ്റ് സിമ്പിൾ ആണ്. ബൈനറിയുടെ കേസിൽ ഇതൊരു കോഡ് ആൽഫബറ്റ് സിമ്പിൾ ആണ്, ഇതൊരു കോഡ് ആൽഫബറ്റ് സിമ്പിൾ ആണ്, ഇതൊരു കോഡ് ആൽഫബറ്റ് സിമ്പിൾ ആണ്, ഇതൊരു കോഡ് ആൽഫബറ്റ് സിമ്പിൾ ആണ്. അത്രേ ഉള്ളൂ. LN/L എന്ന് വെച്ചാൽ ആവറേജ് നമ്പർ ഓഫ് കോഡ് ആൽഫബറ്റ് സിമ്പിൾസ് യൂസ്ഡ് പെർ സോഴ്സ്. ഓക്കെ, അല്ലെങ്കിൽ ആവറേജ് ലെങ്ത് ഓഫ് എന്താണ്? ഒരു സിമ്പിൾ എസ്, ആവറേജ് ലെങ്ത് ഓഫ് സിമ്പിൾ എസ്. ഓക്കെ, അപ്പോ ഇനി നമുക്കറിയാം സക്സസ്ഫുൾ ട്രാൻസ്മിഷന് വേണ്ടി എന്താണ്? H(s) ന്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ചാനൽ കപ്പാസിറ്റി ആയിരിക്കണം. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എങ്ങനെയാണ്? എൻട്രോപ്പി, ആവറേജ് ഇൻഫർമേഷൻ. നമ്മൾ ആവറേജ് ഇൻഫർമേഷൻ, ഒരു സോഴ്സിന്റെ ആവറേജ് ഇൻഫർമേഷൻ ആണ് 10 ഇൻഫർമേഷൻ ആണ് നമ്മളെ കയ്യിലുള്ളത്. അത് അയക്കുന്ന ചാനൽ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 10, അല്ലെ? 10 ഇൻഫർമേഷൻ ആണ് നമ്മളെ കയ്യിലുള്ളത്. അത് അയക്കുന്ന ചാനൽ എന്താണ്? അതിനേക്കാൾ, അതായത് 10നേക്കാൾ കൂടുതൽ ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ പറ്റിയ ചാനൽ ആയിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് എറേഴ്സ് സംഭവിക്കും, ആണല്ലോ. അപ്പൊ H(s) എന്ന് പറഞ്ഞാൽ നമ്മളെ ആവറേജ് ഇൻഫർമേഷൻ, അല്ലെ? എൻട്രോപ്പി എന്നാണ്, അല്ലെങ്കിൽ ആവറേജ് ഇൻഫർമേഷൻ ആണ്. ആവറേജ് ഇൻഫർമേഷൻ അയക്കണമെങ്കിൽ, അതായത് ഇൻഫർമേഷൻ ബിറ്റ്സ് പെർ മെസ്സേജ് എന്നാണ് പറയുന്നത്. ആവറേജ്, അതായത് 10 ബിറ്റ്സ് പെർ മെസ്സേജ് അയക്കണമെങ്കിൽ ചാനലിന്റെ ലെങ്ത് ഏറ്റവും കുറഞ്ഞത് 10 ബിറ്റ്സ് പെർ മെസ്സേജ് ആയിരിക്കണ്ടേ? ചാനലിന്റെ കപ്പാസിറ്റി 10 ബിറ്റ്സ് പെർ മെസ്സേജ് നമുക്ക് അയക്കണമെങ്കിൽ, എററൊന്നും ഇല്ലാതെ അയക്കണമെങ്കിൽ ചാനലിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് മിനിമം 10 ബിറ്റ്സ് പെർ മെസ്സേജ് ആയിരിക്കണമല്ലോ. അത്രേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. H(s) should be less than or equal to, അതായത് ചാനൽ കപ്പാസിറ്റി is greater than or equal to H(s) ആയിരിക്കണം. ഓക്കെ, അപ്പൊ അത്രേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ H(s) less than or equal to, അപ്പൊ നമ്മൾ 2 എണ്ണം കൂടെ ചേർത്ത് എഴുതി. എന്താണ് ഈ കണ്ടീഷൻ? H(s) less than or equal to log r, H(s) less than or equal to log r. അപ്പൊ അതിൽ അവര് ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തപ്പോ H(s) less than or equal to LN/N into log r. അപ്പൊ H(s) less than or equal to LN/log r. നമ്മൾ ഓൾറെഡി അത് പറഞ്ഞു. എന്താണ് ഏറ്റവും കുറഞ്ഞത്? എന്താണ്? ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു ചാനൽ കപ്പാസിറ്റി, ആണല്ലോ. ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു ചാനൽ കപ്പാസിറ്റി. ചാനൽ കപ്പാസിറ്റിക്കാൾ ലെസ് ദാൻ അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കണം. അപ്പോൾ നേരത്തെ നമ്മൾ പഠിച്ചത് തന്നെയാണ് നോയ്സ്ലെസ് കോഡിംഗ് തിയറം. ഏതാണ്? ഇക്വേഷൻ ബി. ഇതിനാണ് നോയ്സ്ലെസ് കോഡിംഗ് തിയറം, അല്ലെങ്കിൽ ഷാനോൺസ് ഫസ്റ്റ് തിയറം എന്ന് പറയുന്നത്. നോയ്സ്ലെസ് കോഡിംഗ് തിയറം അല്ലെങ്കിൽ ഷാനോൺസ് ഫസ്റ്റ് തിയറം എന്ന് പറയുന്നത് ഓർ ഫണ്ടമെന്റൽ തിയറം, അല്ലെ? ഷാനോൺസ് ഫസ്റ്റ് തിയറം അല്ലെങ്കിൽ ഫണ്ടമെന്റൽ തിയറം, ആൻഡ് ഇറ്റ് ഈസ് കാൾഡ് നോയ്സ്ലെസ് കോഡിംഗ് തിയറം ആണ്. കാര്യം നോയ്സ് ഇല്ലാതെ അയക്കാനുള്ള സംഭവമാണ് അവസാനം നമ്മൾ എത്തിയത്, അല്ലെ? H(s) ന്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു LN/N log r ആയിരിക്കണം. ഇറ്റ് ഈസ് ഈക്വൽ ടു C ബിറ്റ്സ് പെർ മെസ്സേജ് ആയിരിക്കണം. ഇനി അതിന്റെ സ്റ്റേറ്റ്മെന്റ് നോക്കുക. ഗിവൺ കോഡ് ആൽഫബറ്റ് വിത്ത് R സിമ്പിൾസ് ആൻഡ് സോഴ്സ് ആൽഫബറ്റ് ഓഫ് Q സിമ്പിൾസ്. സോഴ്സ് ആൽഫബറ്റ് Q സിമ്പിളും ഉണ്ട്, കോഡ് ആൽഫബറ്റ് R സിമ്പിളും ഉണ്ടെങ്കിൽ ആവറേജ് ലെങ്ത് ഓഫ് കോഡ് വേർഡ്സ് ക്യാൻ ബി made as close to HR of S as possibly
ബൈ ഇൻക്രീസിങ് ദി എക്സ്റ്റൻഷൻ. എന്താണ് പറഞ്ഞത് വല്ലതും മനസ്സിലായത്? ആ ഒറ്റ കാര്യം നോക്കിയത് ഈ സാധനമാണ് അവർ പറഞ്ഞത്. ഈ സാധനം ഇവിടെ എച്ച് ഓഫ് എസ് ബൈ ലോഗ് ആറിന് പകരം നമുക്ക് എന്ത് എഴുതാം? എച്ച് ആർ ഓഫ് എസ് എന്ന് പറഞ്ഞാൽ എഴുതാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ? എച്ച് ഓഫ് എസ് ബൈ ലോഗ് ആറിനെ നമുക്ക് എന്തായിട്ട് എഴുതാം? ഈ സാധനം ഈ പറഞ്ഞതാണ് എഴുതിയിരിക്കുന്നത്. എച്ച് ഓഫ് എസ് ബൈ ലോഗ് ആറിന് പകരം നമുക്ക് എന്തെഴുതാം? എച്ച് ആർ ഓഫ് എസ് എഴുതാം. അപ്പൊ ഇതിനെ എൽ എൻ ബൈ എൽ ഇസിക്കൽ ടു എച്ച് ആർ ഓഫ് എസ് എന്ന് പറഞ്ഞ് എഴുതുന്നു. ഇതിനെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഗിവൺ എ കോഡ് ആൽഫബറ്റ് ആർ സിമ്പിൾസ്, അതാണ് എച്ച് ആർ എന്ന് എഴുതുന്ന ആ സിമ്പിളും സോഴ്സ് ആൽഫബറ്റും ഉണ്ടെങ്കിൽ ആവറേജ് ലെങ്ത് ഓഫ് കോഡ് വേർഡ്, ആവറേജ് ലെങ്ത് ഓഫ് കോഡ് വേർഡ്, ആവറേജ് ലെങ്ത് ഓഫ് കോഡ് വേർഡ്, ആവറേജ് ലെങ്ത് ഓഫ് കോഡ് വേർഡ്. ഓക്കെ, ആവറേജ് ലെങ്ത് ഓഫ് കോഡ് വേർഡ് ആണ് ഈ സാധനം. ആവറേജ് ലെങ്ത് ഓഫ് കോഡ് വേർഡ് ക്യാൻ ബി മെയ്ഡ് ഈക്വൽ ടു എച്ച് ആർ ഓഫ് എസ്, can be made as close as to h r of s, can be made as close അല്ലെങ്കിൽ equal to h r of s. എപ്പോഴാണ് കണ്ടീഷൻ? by increasing the extension, അല്ലെങ്കിൽ n ന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇൻഫിനിറ്റി ഹൈ ആക്കുമ്പോൾ ആണ് by increasing the extension. എക്സ്റ്റൻഷൻ എന്ന് വെച്ചാൽ അവര് n ന്റെ വാല്യൂ ഉപയോഗിച്ചു. എന്ത് എക്സ്റ്റൻഷൻ എന്ന് പറയല്ലേ? അതേപോലെ n ന്റെ വാല്യൂ ഇൻക്രീസിങ്, n ന്റെ വാല്യൂ 1 പോരാ 2 പോരാ, വളരെ ഹൈ ആയിരിക്കണം. ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഇൻഫിനിറ്റി ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അവർ പറയുന്നു അല്ലെ, ആവറേജ് ലെങ്ത് ഓഫ് കോഡ് വേർഡ് ക്യാൻ ബി ഈക്വൽ ടു എച്ച് ആർ ഓഫ് എസ് ആക്കാം. എപ്പോഴാണ്? ഇഫ് ദി എക്സ്റ്റൻഷൻ ഈസ് വെരി ഹൈ, അല്ലെങ്കിൽ ഇഫ് വി ആർ ഇൻക്രീസിങ് ദി എക്സ്റ്റൻഷൻ. അത്രയാണ് ഇവിടെ അവർ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് വൺ, ഷാനോ-ഫാനോ എൻകോഡിംഗ് അൽഗോരിതം. ഷാനോ-ഫാനോ, ഇത് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ചോദിച്ചോ. ഗണേഷിന് വല്ല ഡൗട്ട് ഉണ്ടോ? ഇല്ല സർ, ഓക്കെ ആണ്. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് വൺ ഷാനോ-ഫാനോ എൻകോഡിംഗ് അൽഗോരിതം ആണ്. ഓക്കെ, അപ്പൊ ഷാനോ-ഫാനോ എൻകോഡിംഗ് അൽഗോരിതം എന്ന് വെച്ചാൽ നിങ്ങൾ ഇതിൽ ഒറ്റ പോയിന്റ് ഓർത്താൽ മതി, ബാക്കിയുള്ളത് നമുക്ക് എഴുതാൻ എളുപ്പമുണ്ട്. ഓക്കെ, ഷാനോ-ഫാനോ എൻകോഡിംഗ് അൽഗോരിതം എന്ന് വെച്ചാൽ ലിസ്റ്റ് ദി സോഴ്സ് സിമ്പിൾസ് ഇൻ ദി ഓർഡർ ഓഫ് ഡിക്രീസിംഗ് പ്രോബബിലിറ്റി. അപ്പൊ ആദ്യം കിട്ടിയാൽ തന്നെ ഇത് അവരൊരു കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നതാണ്. ആദ്യത്തേത് നോക്കിയേ, കോഡ് ഒബ്റ്റൈൻഡ് വിൽ ബി ഒപ്റ്റിമം ഇഫ് ആൻഡ് ഓൺലി ഇഫ് pk is r raised to minus lk. ഇത് സാധനം എന്താണെന്ന് മനസ്സിലായോ? ക്രാഫ്റ്റ് ഇൻഇക്വാളിറ്റി ആണ് കേട്ടോ. അപ്പോ pk is r raised to minus lk ആണ്. പിന്നെ ലിസ്റ്റ് ദി സിമ്പിൾ ഇൻ ദി ഓർഡർ ഓഫ് ഡിക്രീസിംഗ് പ്രോബബിലിറ്റി ഡിക്രീസിംഗ് പ്രോബബിലിറ്റി ലിസ്റ്റ് ചെയ്യുക. പിന്നെ ആ തന്നിരിക്കുന്നത് അപ്പോൾ ഡിക്രീസിംഗ് പ്രോബബിലിറ്റി എഴുതുക. പാർട്ടീഷൻ ചെയ്യുക. എന്താണ്? 2 പ്രോബബിൾ ഗ്രൂപ്പ് ആയിട്ട്. അപ്പൊ നമുക്ക് ഒരു കുറെ സിമ്പിൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന സാധനം എന്താണെന്ന് ഓർക്കുക. ഇനി നമ്മൾ ഇതുവരെ നമ്മൾ ചെയ്തത് എന്തായിരുന്നു? ഇതുവരെ നമ്മൾ ചെയ്തത് കോഡിനെ കുറിച്ച് പഠിച്ചു, അതിന്റെ എഫിഷ്യൻസിയെ കുറിച്ചൊക്കെ പഠിച്ചു. ഇനി നമ്മൾ കോഡ് ഉണ്ടാക്കുകയാണ്. ഇതുവരെ നമ്മൾ കോഡ് ഉണ്ടാക്കിയില്ല. നമ്മൾ ക്രാഫ്റ്റ് ഇൻഇക്വാളിറ്റിയിലെ ഈറ്റയും എഫിഷ്യൻസിയും റിഡൻഡൻസിയും കണ്ടുപിടിക്കാൻ നേരത്തെ ഞാൻ പറഞ്ഞു, കോഡ് തന്നിട്ടുണ്ട്, അതിൽ നിന്ന് ലെങ്ത് നോക്കി നിങ്ങൾ എഫിഷ്യൻസിയും കണ്ടുപിടിച്ചു, റിഡൻഡൻസിയും കണ്ടുപിടിച്ചു. ഇനി ഷാനോ-ഫാനോ എൻകോഡിംഗ് അൽഗോരിതം എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ പ്രൊസീജിയർ ഫോർ മേക്കിംഗ് കോഡ്സ്. അപ്പോൾ ഇവർ ഈ ആദ്യം പറഞ്ഞിരിക്കുന്ന സാധനം നമ്മളൊരു കോഡ് ഉണ്ടാക്കുക, എന്നിട്ട് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമ്മൾ ആ ഉണ്ടാക്കിയ കോഡിന് ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യുക. ഈ കണ്ടീഷൻ ചെക്ക് ചെയ്താൽ മാത്രമേ എന്ത് സംഭവിക്കും? ആ കോഡ് ഒപ്റ്റിമം ആണെന്ന് നമുക്ക് പറയാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കോഡ് ഉണ്ടാക്കാം, എന്നിട്ട് ഇതും കൂടെ ചെക്ക് ചെയ്താൽ അറിയാം ആ കോഡ് ഒപ്റ്റിമം ആണോ അല്ലേ എന്നുള്ളത്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ ഷാനോ-ഫാനോ എൻകോഡിംഗ്. അപ്പൊ സോഴ്സ് കോഡിങ്ങിന് 2 മെത്തേഡാണുള്ളത്. ഒന്ന് ഷാനോ-ഫാനോ എൻകോഡിംഗ്, 2 മെത്തേഡാണുള്ളത്. ഒന്ന് ഷാനോ-ഫാനോ അൽഗോരിതമാണ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? ഹഫ്മാൻ കോഡിംഗ് ആണ്. ഈ 2 കോഡിംഗ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? കോഡ് ഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ എന്ത് ചെയ്യും? ലിസ്റ്റ് ദി സോഴ്സ് സിമ്പിൾസ് ഇൻ ദി ഓർഡർ ഓഫ് ഡിക്രീസിംഗ് പ്രോബബിലിറ്റി എഴുതുക. അപ്പോ ഡിക്രീസിംഗ് പ്രോബബിലിറ്റി എന്ന് വെച്ചാൽ ഏറ്റവും ഹയസ്റ്റ് പ്രോബബിലിറ്റി മേലും ലോവസ്റ്റ് പ്രോബബിലിറ്റി താഴെ. പിന്നെ പാർട്ടീഷൻ
പാർട്ടീഷൻ ഇൻറ്റു 2 ഈക്വൽ പ്രോബബിൾ ഗ്രൂപ്പ്. 2 ഈക്വൽ പ്രോബബിൾ ഗ്രൂപ്പ് ആയിട്ട് മാറ്റുക. 2 ഈക്വൽ പ്രോബബിൾ ഗ്രൂപ്പ് ആയിട്ട് മാറ്റുക. ഒരു ഗ്രൂപ്പിന് ഉള്ളതിലെല്ലാം 0 കൊടുക്കുക, അടുത്ത ഗ്രൂപ്പിലുള്ളതിലെല്ലാം 1 കൊടുക്കുക. പിന്നെ അവർ കൺവീനിയൻസിന് ഒരു കോഡ് ട്രീ വേണമെങ്കിൽ കൺസ്ട്രക്ട് ചെയ്യാന്ന് അതിലുണ്ട്. നമ്മൾ തൽക്കാലം അതിന്റെ ആവശ്യമില്ല, അല്ലാതെ തന്നെ എഴുതാക്കും. ഓക്കെ, കോഡ് ട്രീയുടെ ആവശ്യമില്ല, നമുക്ക് അല്ലാതെ തന്നെ സിമ്പിൾ ആയിട്ട് ചെയ്യാക്കും. അപ്പോ ഇത്രയാണ് അതിന്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സിമ്പിൾ തന്നിട്ടുണ്ട്, സമയാവറാണ് അല്ലെ, സമയം. നമുക്ക് ജസ്റ്റ് പ്രൊസീജിയർ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ബാക്കി നാളെ ഡിസ്കസ് ചെയ്യാം. Given the messages M1, M2, M3, etc. with probability 1/8, 1/2, 8 മെസ്സേജ് 8 പ്രോബബിലിറ്റി തന്നിട്ടുണ്ട്. കൺസ്ട്രക്ട് എ ബൈനറി കോഡ് യൂസിങ് ഷാനോൺ ഫാനോ എൻകോഡിംഗ് പ്രൊസീജിയർ. എക്സാമിന് കൺസ്ട്രക്ട് എന്ന് മാത്രമേ പറഞ്ഞോളെങ്കിൽ യു ക്യാൻ ഐദർ യൂസ് ഷാനോൺ ഫാനോ, ഇവിടെ SHANNO ഉണ്ട് കേട്ടോ, ഷാനോൺ ഫാനോ, ഓർ യു ക്യാൻ യൂസ് ഹഫ്മാൻ കോഡിംഗ്. ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് യൂസ് ചെയ്യാം. പക്ഷെ അവർ സ്പെസിഫൈ ചെയ്ത് പറയുന്നെങ്കിൽ വി ഹാവ് ടു യൂസ് ദി സെയിം എൻകോഡിംഗ് പ്രൊസീജിയർ. Determine code efficiency, determine the code efficiency and redundancy of the code. അപ്പൊ ആദ്യം കോഡ് ഉണ്ടാക്കുക, പിന്നെ എഫിഷ്യൻസി റിഡൻഡൻസി കണ്ടുപിടിക്കുക. ഇതിൽ എഫിഷ്യൻസി റിഡൻഡൻസിയും കണ്ടുപിടിക്കുന്നത് നിങ്ങൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് അത് ജസ്റ്റ് സ്റ്റെപ്സ് മാത്രമേ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യൂ. കാരണം ക്രാഫ്റ്റ് ഇൻഇക്വാളിറ്റിയിൽ ഒരു കോഡ് തന്നിട്ട് അതിന്റെ എഫിഷ്യൻസിയും എഫിഷ്യൻസി റിഡൻഡൻസി നിങ്ങൾ ഓൾറെഡി കണ്ടുപിടിച്ചു. ഇവിടെ ആകെയുള്ളൊരു വ്യത്യാസം ആ കോഡും കൂടെ നമ്മൾ ഉണ്ടാക്കുന്നു. നമ്മൾ ആ കോഡ് നമ്മളാണ് ഉണ്ടാക്കുന്നത്, പിന്നെ ബാക്കി എല്ലാം സെയിം മെത്തേഡ്. മറ്റേല് ക്രാഫ്റ്റ് ഇൻഇക്വാളിറ്റി പഠിച്ചപ്പോ അവര് കോഡ് തന്നു, ഇത് നമ്മൾ കോഡ് ഉണ്ടാക്കുന്നു. അപ്പൊ കോഡ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ റിമൈനിങ് ഈസ് ദി സെയിം. അപ്പൊ ഗിവൺ ദി മെസ്സേജസ് ഇത്രയും തന്നു, അതിന്റെ പ്രോബബിലിറ്റി തന്നു. ഫസ്റ്റ് സ്റ്റെപ്പ് അത് മാത്രം എഴുതി നമുക്ക് ഇന്ന് നിർത്താം. ഫസ്റ്റ് സ്റ്റെപ്പിൽ ഒറ്റ കാര്യം ചെയ്യാനുള്ളൂ, എന്താണ്? ഡിക്രീസിങ് ഓർഡർ ഓഫ് പ്രോബബിലിറ്റി. അപ്പൊ ഇവിടെ ആദ്യം ഏത് മെസ്സേജ് എഴുതും? ഇത് M1, ഇത് M2, ഇത് M3. ഇവിടെ വിത്ത് പ്രോബബിലിറ്റീസ് ഇത് റെസ്പെക്റ്റീവ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ M1 1/8, M2 1/2. അപ്പൊ ഇവിടെ ഹയസ്റ്റ് പ്രോബബിലിറ്റി ഏതാണ്? M2 ആണ്. അപ്പൊ ആദ്യം M2 എഴുതും, പിന്നെ ഇത് രണ്ടും ഒരേ പ്രോബബിലിറ്റി. അപ്പം പിന്നെ M1 എഴുതാം, പിന്നെ M3 എഴുതാം, പിന്നെ ബാക്കി കറക്റ്റ് ആ ഓർഡറിൽ തന്നെ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എഴുതുമ്പോൾ ഫസ്റ്റ് M2 ആണ് എഴുതേണ്ടത്, ബാക്കി ആ ഓർഡറിന്. ഇപ്പൊ ഇവിടെ നമ്മളെ ഇതിലാകെ M2 M1 മാത്രമേ തിരിഞ്ഞു കിടക്കുള്ളൂ. അതുകൊണ്ട് M2 ആദ്യം എഴുതി, M1 രണ്ടാമത് എഴുതി, ബാക്കിയൊക്കെ കറക്റ്റ് ആ ഓർഡറിന് തന്നെയാണ്. കാര്യം 1/16 കഴിഞ്ഞിട്ടാണ് 1/32. ആ രീതിയിൽ ചെയ്യുക. ഓക്കെ, അപ്പൊ അത്രയും വെച്ച് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം.